ഞാൻ വരച്ച വരയ്ക്കപ്പുറം പോകാത്ത കുട്ടിയായിരുന്നു. എന്റെ നിഴൽവട്ടത്തുനിന്ന് മാറാത്ത ശ്രീലക്ഷ്മി ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വേണുവേട്ടൻ ഇവിടെ ഇല്ലാതിരുന്ന നന്നായി. അല്ലെങ്കിൽ പാവം അങ്ങേരിതൊക്കെ കാണേണ്ടി വന്നേനെ. എന്നാലും ശ്രീലക്ഷ്മി എന്നോട് ഈ ചതി കാട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. രാധമ്മേ, രാധമ്മ എവിടെ ഇരിക്കുക? മോളിരിക്കെ. അമ്മ ഉണ്ടാക്കിയ കുറച്ച് പലഹാരങ്ങളാ, കഴിക്ക്. എന്താ രാധമ്മ മുഖം വല്ലാതിരിക്കുന്നേ? എന്തു പറ്റി? ഒന്നുമില്ല മോളെ, എനിക്ക് ചെറിയൊരു തലവേദന പോലെ. രാധമ്മയുടെ ശബ്ദം അടഞ്ഞിട്ടുണ്ടല്ലോ. രാധമ്മ കരയായിരുന്നോ? ഇല്ലല്ലോ, ഞാനെന്തിനാ കരയുന്നത്? എങ്കി പനിക്കുള്ള കോളായിരിക്കും. ശ്രീലക്ഷ്മി എവിടെ? ഞാൻ അവളോട് ഒരു ഗ്ലാസ് ചൂട് ചുക്കുകാപ്പി എടുക്കാൻ പറയാം. അല്ലെങ്കിൽ രാധമ്മയ്ക്ക് ചുക്കുകാപ്പി എടുക്കാൻ അവളെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നേ? രാധമ്മ എന്റെയും കൂടി അമ്മയല്ലേ. രാധമ്മയ്ക്ക് ഞാൻ ചുക്കുകാപ്പി ഉണ്ടാക്കി തരാം. 2 മിനിറ്റ്. രാധമ്മേ, ചുക്ക് കാപ്പി റെഡി. കുടിക്കേ. എങ്കി ഞാൻ പോട്ടെ രാധമ്മേ. എന്താ രാധമ്മേ? എന്റെ മരുമകളായി നീ ഈ വീട്ടിലേക്ക് വലതുകാലം വെച്ച് കയറി വരണോന്നാ ഞാനും ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് തോന്നേണ്ടവർക്ക് കൂടി തോന്നണ്ടേ മോളെ. എനിക്ക് മോളെ വലിയ ഇഷ്ടാ. രാജുവിനും മോളെ ഇഷ്ടാവുന്ന ഒരു ദിവസം ഉണ്ടാവും. ആ ഒരു ദിവസത്തിന് വേണ്ടിയാ രാധമ്മേ ഓർമ്മ വെച്ച കാലം മുതല് ഞാനീ കാത്തിരിക്കുന്നെ. എന്നെങ്കിലും രാജു എന്റെ സ്നേഹം മനസ്സിലാക്കാതിരിക്കില്ല. ഞാനേ വീട്ടിൽ പോയി പനിയുടെ ടാബ്ലറ്റ് ഉണ്ടോ നോക്കട്ടെ. വീട്ടിലില്ലെങ്കിൽ ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങിച്ചോണ്ട് വരാം. എന്തിനാ മോളെ നീ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്? എന്റെ രാധമ്മയ്ക്ക് വേണ്ടിയല്ലേ. അപ്പൊ ശരി, പോട്ടെ. ശ്രീലക്ഷ്മി ഹരീഷും തമ്മിലുള്ള ബന്ധം രുക്മിണി അറിഞ്ഞ അതോടെ എല്ലാം തീരും. ഉറപ്പായും രുക്മിണി ഞങ്ങളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. പാവം രമ്യയുടെ മനസ്സിലെ ആഗ്രഹത്തിനും പിന്നെ രുക്മിണി സമ്മതിച്ചെന്ന് വരില്ല. അകലേ നോവിനാലേ